എൻ്റെ ചാനലിൻ്റെ പേരെന്താ? മൂൺലൈറ്റ് ഗെയിമർ. അപ്പോൾ ആ മൂൺ വെച്ചുകൊണ്ടൊരു ബിൽഡ് ഉണ്ടാക്കിയാലോ? മീൻസ് ആ മൂൺ നമുക്ക് ഈ ഒരു വേൾഡ് കൊണ്ടുവന്നാലോ? അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് മീൻസ് ആ ഒരു ബിൽഡാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ബിൽഡ്. അപ്പോൾ ആ ബിൽഡ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു കൂട്ടിൽ നിന്ന് വെളിയിറങ്ങട്ടെ കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങോട്ട് കയറി നിന്നതാണ് ആ കൂട്ടിൽ. അപ്പോൾ ഇപ്പോൾ അത് വെളിയിറങ്ങി. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ ഒരു വേൾഡിൻ്റെ മാപ്പ് നോക്കണം. രണ്ടാമത്തെ കാര്യം എൻ്റെ കണ്ടോ ഈ ഒരു എന്താണത് ഇൻവെൻറ്ററി ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. സോ അതൊന്ന് ഫുള്ളൊന്ന് സോർട്ട് ചെയ്യണം. അപ്പോൾ അത് രണ്ടുമാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ രണ്ടും ചെയ്തിട്ട് വരാം. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ കയ്യിലുള്ള മാപ്പ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പം ഇതിനകത്ത് കണ്ടോ ഇത്രയും കാര്യങ്ങൾ സെറ്റായി. പിന്നെ അതിനകത്ത് ഏകദേശം ഒരു സ്പേസ് ഉള്ള സ്ഥലത്തായിട്ട് നമുക്കൊരു മൂണ് സെറ്റാക്കാം. പിന്നെ മൂണ് ഈ മണ്ടയിൽ എയറിൽ നിൽക്കുന്ന പോലത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്പേസ് ഒന്നും പോകത്തില്ല. പക്ഷെ എന്നാലും പണിയുമ്പോൾ ഒരു ഇച്ചിരി സ്പേസ് ഉള്ളടുത്ത് പണിയണം എന്നാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ആ ഒരു ഇങ്ങോട്ടേക്കാണ് അധികം ബിൽഡൊന്നും ഇല്ലാത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫെൻസൊക്കെ പൊട്ടിച്ചളഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്തായിട്ട് ആ ഒരു മൂൺ അങ്ങോട്ട് പണിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇത് ലാസ്റ്റ് മൂണാവോ വേറെ എന്തെങ്കിലും ആവോ എന്നൊന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് നോക്കാം എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ എനിവേയ്സ് നമുക്ക് പൊട്ടിക്കാം ഈ ഒരു ഫെൻസൊക്കെ. എന്നിട്ട് നേരെ കുറച്ച് ഡേർട്ട് വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് പോയിട്ട് അവിടെ ഒരു പില്ലറൊക്കെ വെച്ച് കുറച്ച് ഹൈറ്റ് പോയിട്ട് അവിടെ നമുക്ക് ആ ഒരു മൂണ് പണിയാം. സോ ഗൈസ് നമ്മളിതാ ഇങ്ങനെ കുറച്ച് ഡേർട്ട് വെച്ച് കുറച്ച് ഫ്രണ്ടിലോട്ടൊന്ന് നിൽക്കാൻ ഒരു സ്പേസ് വേണമല്ലോ, അതാദ്യം സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് കുറച്ചൊരു ദൂരെയും വേണം ഗൈസ്. അപ്പോൾ നമ്മളിതായാലും ഇത്രയൊക്കെ പണിഞ്ഞ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ. പിന്നെ നമുക്ക് ഒരാഴ്ച അവധിയായിരുന്നു, ഇന്നും കൂടെ അവധിയായി. അപ്പോൾ ഒരാഴ്ച ഫുൾ അവധി നമുക്ക്. എൻ്റെ പൊന്നെ, ആദ്യമായിട്ടാണ് തോന്നുന്നു എനിക്ക് ഇത്രയും അവധി കിട്ടുന്നതെന്ന് തോന്നുന്നു. സോ എനിവേയ്സ് ആദ്യം തന്നെ നമുക്ക് ഇത്ര ഹൈറ്റിൽ വേണം എന്നൊരു പ്ലാനൊന്നുമില്ല, ജസ്റ്റ് ഇത്രയും മതിയും തോന്നുന്നു. ഓക്കെ ഫൈൻ. ഇനി നമുക്കതിൻ്റെ മുകളിൽ വൂള് വെക്കാം. വൂള് വെച്ചിട്ട് നമുക്ക് ആ ഒരു സംഭവം പണിയാം. പിന്നെ ഫസ്റ്റ് നമുക്ക് വെച്ച് നോക്കാം, ഇത് ഇത്ര വേണമെങ്കിൽ ഇത് വെക്കാം, അല്ലെങ്കിൽ പൊട്ടിക്കണമെങ്കിൽ പൊട്ടിച്ച് മാറ്റാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ. അപ്പം ഇത്ര ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് താക്കണോ? ഐ തിങ്ക് കുറച്ചൊന്ന് ഇത് പൊട്ടിച്ചിട്ടേ നമുക്ക് താഴത്തെ ആ ഒരു ഡേർട്ടിന് പകരം മീൻസ് ഇത് പൊട്ടിക്കാം. എന്നിട്ട് ഇവിടെ വൂള് വെക്കാം ഇതുപോലെ. ഓക്കെ, ഇതിൻ്റെ ആവശ്യമുള്ളൂ, ഇത്രയും മതി. ഇപ്പോൾ കുറച്ച് താഴ്ന്നിരിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ബിൽഡല്ലേ, കുറച്ച് താഴ്ന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് പറയുന്നത്. എനിക്കിതൊന്നും ചെയ്യാനുള്ള ബുദ്ധിയില്ല എന്നല്ല, ഇതും കൂടെ ഞാൻ പ്ലാൻ ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ ഒരു വർഷം എടുക്കും വീഡിയോ ഇടാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ട്യൂട്ടോറിയൽ നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിൽ കുറച്ച് ചെവിടുകൾ കിടന്ന് കീറുന്നുണ്ട്, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഞാനെപ്പോഴും പറയാറുണ്ടല്ലോ, ഇത്രയും നേരം സമയം ഉണ്ടായിരുന്നിട്ടും അവർ വരുന്ന സമയത്ത് ഈവനിങ് ടൈമിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അത് എൻ്റെ ഒരു പൊട്ടത്തരം തരത്തിൽ. അപ്പോൾ എന്തായാലും നമുക്കിത് വെക്കാം. ഇത് വെക്കുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കണ്ടു നോക്കണ്ട. നിങ്ങളതൊന്നും പണിയാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എൻ്റെ തന്നെ ഭ്രാന്ത് പിടിച്ചു പോയി തല. ബട്ട് സ്റ്റിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. ഇപ്പം നമുക്ക് ഒരു ദിവസവും കൂടെ സമയമുണ്ട് വീഡിയോ എടുക്കാനും പിടിക്കാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ആ ഒരു സ്ട്രെസ് ഫീൽ കിട്ടുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന കുറേ പേര് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ഗൈസ്. നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ എല്ലാം. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളെല്ലാവരും യൂട്യൂബറാണ്. ബിക്കോസ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും യൂട്യൂബറാണ്, മോസ്റ്റ്ലി അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന്. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ അല്ലെങ്കിലും കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ തന്ന് സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇങ്ങനെയാണ് നമ്മുടെ മൂണിൻ്റെ ഫൈനൽ ലുക്കല്ല, ഒരു പകുതി പണിഞ്ഞ ലുക്ക്. അപ്പം ഇനി ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ചെയ്യാനുണ്ട്.
ഡീറ്റെയിലിങ്ങാണ് എല്ലാം ഇരിക്കുന്നത് എന്ന് ഞാനിപ്പോൾ ഇതാക്കുന്നു. കാരണം അത്ര വലിയ ലുക്കൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഓക്കെ, അപ്പം ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഒരു 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 ഡീറ്റെയിലിങ് അത് തന്നെ. അപ്പോൾ അതുകൂടെ കൊടുക്കണം. അതുകൂടെ കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ലുക്കാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. അപ്പം വൂള് പെട്ടെന്ന് തീരുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ നേരത്തെ ആ ഒരു ഗോട്ട് ഷീപ്പിനെ എല്ലാം അവിടെ നിർത്തിയേക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും ഇത് നമുക്ക് ഷെയർ ചെയ്ത് കുറച്ചും കൂടെ വൂളെടുത്താൽ മതി. അപ്പോൾ അത് സീനുള്ള കാര്യമല്ല. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അതിന് മുന്നേ ഞാൻ കുറച്ചും കൂടി ദൂരത്ത് നിന്നിട്ട് നിങ്ങളെ ഒരു കറക്റ്റ് വ്യൂ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. ഏകദേശം ഒരു മൂണൊക്കെ ഉണ്ട് ആണെന്ന് തോന്നുന്നു അല്ലേ, കാണാൻ ഏകദേശം ഒരു മൂൺ ലുക്ക് ഉണ്ട്. അങ്ങനെ ഫുൾ മൂണ് അത്ര ബ്യൂട്ടിഫുൾ ആണെന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് ലുക്കിംഗ് ഗുഡ് എന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലുക്ക് ആയാലോ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഡീറ്റെയിലിംഗ് കൂടെ ചെയ്യട്ടെ. ഡീറ്റെയിലിംഗ് എന്ന് വെച്ചാൽ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു വണ്ണമൊക്കെ ഉള്ള പോലത്തെ ഒരു ഫീൽ കൊണ്ടുവരണം. അതാണ് ഡീറ്റെയിലിംഗ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ദൈവഭാഗ്യത്തിന് ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണതേ ഇല്ല കേട്ടോ. ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു, കാരണം എൻ്റെ കുറേ സാമാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാരണം താഴെ വീണ് ഞാൻ ശരിക്കും ഫീലാവും. പക്ഷേ ഞാൻ വീണില്ലായിരുന്നു. ലക്ക് എന്ന് പറയാം, ഞാൻ വീണില്ല. എനിവേയ്സ്, നമുക്ക് ബാക്കി ഇതുപോലെ പണിയാം. ഇത് കുറച്ച് ടൈം എടുത്ത പരിപാടിയായിരുന്നു, കാരണം അത് എവിടെ കറക്റ്റ് വെച്ചാലേ ആ ഒരു ലുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു കറക്റ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കറക്റ്റ് വെച്ചോ വെച്ചില്ലേന്ന് ദൂരെ നോക്കുന്ന പോലെ കാണാനും പറ്റത്തില്ല. അപ്പം മൊത്തത്തിലൊരു ഒരു ടാസ്ക് ആയിരുന്നു ഇത് ഫുള്ളൊന്നും കറക്റ്റ് വെക്കുക എന്നുള്ളത്. പക്ഷെ ഞാൻ ഒരു ബുക്കിലൊക്കെ എഴുതി എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. അപ്പം ഇതും കൂടെ ചെയ്തിട്ട് ലാസ്റ്റത്തെ ആ ഒരു ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അതാ നോക്കൂ, മുറ്റത്തൊരു മൂൺ. ഇപ്പം നട്ടുച്ചയാണ് സമയം, പക്ഷെ എന്നാലും മുറ്റത്തൊക്കെ ഒരു മൂണൊക്കെ ഉദിച്ച് നിൽക്കുന്നു ഗൈസ്. ഓ മൈ ഗോഡ്. എനിവേയ്സ്, ഇതാണ് നമ്മുടെ മൂണിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ വിചാരിച്ചത്ര ബ്യൂട്ടിഫുൾ ഒന്നും അല്ല, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ലുക്കിങ് കുഴപ്പമില്ല. കാണുമ്പോൾ ഒരു മൂണാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ച പോലെ കുറച്ചും കൂടി ഹൈറ്റ് ആക്കിയായിരുന്നെങ്കിലേ കുറച്ചുകൂടി രസം ഉണ്ടായിരുന്നേനെ. പക്ഷെ ദൂരെ നിന്നൊക്കെ നോക്കുമ്പോഴേ അത്ര ബോർ എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പണിഞ്ഞുകൊണ്ട് പറയില്ല, കുഴപ്പമില്ല. ആൻഡ് ഓൾസോ നിങ്ങൾ കൊള്ളാമെന്ന് തന്നെ പറയണം. പിന്നെ ഞാൻ ജസ്റ്റ് തറയിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പം ഫുള്ള് സാധനങ്ങളൊക്കെ പോയി. അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന ആ ഒരു മാപ്പ് ഉണ്ടല്ലോ, അതൊക്കെ പോയി. അപ്പോൾ എൻ്റെ ഒരു മാപ്പും കൂടി ഉണ്ട് ഭാഗ്യവശാൽ. അപ്പോൾ ആ ഒരു മാപ്പ് എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. മാപ്പ് ക്രിയേറ്റ് ചെയ്തപ്പം നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് വെച്ചാൽ അതാ ഇതേപോലെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാ ഒരു വെള്ള കളറിൽ കാണുന്നതാണ് നമ്മുടെ മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു 3G ആയിട്ടിരിക്കുകയാണ്, കാരണം എല്ലാതും പോയി. എൻ്റെ ഫുള്ള് സംഭവങ്ങൾ പോയി. ഇനി ഒന്നും കൂടെ എല്ലാതും റീക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ബൈ ബൈ പറയാൻ പോകുന്നത് ഇവന്മാരാണ്. അപ്പോൾ ചുട്ടുമണികളെല്ലാവരും ബൈ ബൈ പറയൂ. ടാറ്റാ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ടാറ്റ.